ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന ഒരു വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ്, അപ്പോൾ 500 ml പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ ഏലക്ക പൊടിച്ച് മാത്രമാണെങ്കിൽ ഒരു 1/4 സ്പൂൺ മതി. ഞാൻ ഏലക്ക പൊടിച്ചത് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ്, അതുകൊണ്ട് ഒരു 3/4 സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാലൊന്ന് തിളയ്ക്കാനാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർക്കണം. ഞാനൊരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടിയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. പാൽപ്പൊടി അപ്പോൾ മിൽക്ക് മേഡൊക്കെ ഒന്ന് ചേർത്താൽ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയും അതുപോലെ ചൈന ഗ്രാസും പാലും. പിന്നെ പാൽപ്പൊടി മിൽക്ക് മേഡൊക്കെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ പാൽപ്പൊടി ഇടുമ്പോൾ അതൊന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ പാലടിയിൽ പിടിക്കാതെയൊക്കെ ഒന്ന് സ്റ്റവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ഇനി ഇത് തിളച്ചതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്യും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൈന ഗ്രാസ് എടുക്കണം. ഞാനൊരു 10 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് കേട്ടോ എടുത്തത്. 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചൈന ഗ്രാസ് നമ്മൾ നല്ലോണം മെൽറ്റാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കുതിർത്ത് വെക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഇത് 10 ഗ്രാമിന് വേണ്ടിയിട്ട് എടുത്തത്. ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യണം. അതിന് വേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല മധുരം വേണം കേട്ടോ, നല്ലൊരു പുഡിങ്ങിന് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കപ്പോളം എന്തായാലും എടുക്കാൻ നോക്കുക. പിന്നെ മിൽക്ക് മേഡൊക്കെ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി കുറയ്ക്കുക. നല്ല മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു കപ്പിൻ്റെ കൂടെ തന്നെ മിൽക്ക് മേഡും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് പഞ്ചസാര ഇത് കാരമലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി. ഒരുപാട് നേരം ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു പുഡിങ്ങിന് ഒരു കയ്പ്പ് രസം വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ ചെയ്ത് നിർത്തിയിട്ട് ഇതിലേക്ക് നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ചില്ല ആ ഒരു പാലൊന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ആ പാല് ചേർത്ത് നമ്മൾ ഇളക്കുന്ന സമയത്ത് നിന്ന് ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അത് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു ടൈം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റ് ചെയ്ത പാലിൻ്റെ കളറെല്ലാം മാറി ഒരു കോഫി ബ്രൗൺ ആ ഒരു കളറിലേക്ക് പാൽ മാറും കേട്ടോ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്യുന്നത് ഒരുപാട് ടൈം ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു കൈപ്പരസായിട്ട് പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ നമ്മൾ നിർത്തുക. പിന്നെ നമ്മൾ വേഗം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ഇല്ലേ, അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചൈന ഗ്രാസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യുക. പെട്ടെന്ന് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ മെല്ലെ ടൈം എടുത്ത് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചൈന ഗ്രാസിൻ്റെ ഇപ്പോൾ അളവ് കുറഞ്ഞാലൊക്കെ വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നല്ലോണം വൃത്തിക്ക് സെറ്റ് ആവില്ല. ചിലപ്പോൾ ഒരു 8-9 ഗ്രാം എടുത്താലും മതി. നമ്മൾ പാർട്ടിക്കൊക്കെ ആണെങ്കിൽ എന്തായാലും 10 ഗ്രാം തന്നെ എടുക്കണം, നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അത് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ചാൽ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ പുഡിങ് ഉണ്ടാകുമ്പോൾ ചൈന ഗ്രാസ് നമ്മൾ പാലിൻ്റെ മിക്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചൈന ഗ്രാസ് അതിന് മെൽറ്റ് ആവുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ പുഡിങ്ങിനുള്ള മിക്സ് നന്നായി റെഡി ആയിട്ടുണ്ട്. ചൈന ഗ്രാസൊക്കെ മെൽറ്റായി എല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് ട്രയലേക്ക് മാറ്റുമ്പോൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൈന ഗ്രാസ് നല്ല മെൽറ്റ് ആവാതെ എന്തെങ്കിലും കട്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയിൽ അരിപ്പയിലേക്ക് കുടുങ്ങി നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് പുഡിങ് കിട്ടും. അതുപോലെ തന്നെ ഏലക്കാൻ്റെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിപ്പയിലായിട്ട് നല്ല നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് പുഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്യുക. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ കുറച്ച് നട്ട്സ് വെച്ചിട്ട് പൊടിച്ചതാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് വെച്ചാൽ അത് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ പണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കടല എന്തെങ്കിലും ആയാലും മതി, പിസ്ത എന്തെങ്കിലും മതി, നിങ്ങൾ കയ്യിലുള്ള വെച്ച് ചെയ്യാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് നമുക്ക് വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും വെച്ചാൽ മതി. ഞാനിപ്പോൾ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം എടുത്താൽ നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇപ്പോൾ നോമ്പൊക്കെ അല്ല, നമുക്ക് നോമ്പിനൊക്കെ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്താലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം. പിന്നെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം എനിക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് മറ്റുള്ളവർക്കെങ്കിലും ഉപകാരമാവുമെന്ന് തോന്നിയാൽ ഒന്ന് ഷെയറും ചെയ്യണേ.